പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് 2 ദിവസം മുമ്പുള്ളൊരു വ്ളോഗാണ്. സൺഡേ ഇവിടുത്തെ ഒരു ഓണാഘോഷ പരിപാടി വ്ളോഗ് ചെയ്തതാണ്. കുറച്ച് തിരക്ക് കൊണ്ട് വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ലേറ്റായി. അങ്ങനെ ഞങ്ങൾ ഈ ഓണപരിപാടിക്ക് പോകുമ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷാർജ മുവൈല ലുലു സഫാരിൻ്റെ അടുത്തുള്ള വക്തൽ സദ അവിടുത്തെ ഓണറാണ് പ്രിയ ചേച്ചി. പുള്ളിക്കാരി തന്നെയാണ് നമുക്ക് മേക്കപ്പും ഹെയറും എല്ലാം ചെയ്തു തന്നത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ 3 ആൾ റെഡിയാക്കി തരാൻ പറഞ്ഞു. അത് അതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വണ്ണം വെച്ചിട്ടുണ്ട്, കവിള് ചാടി അല്ല, ശരിക്കും എൻ്റെ ഫസ്റ്റ് വണ്ണം വയ്ക്കുന്ന കവിളാ. അപ്പൊ പ്രിയേച്ചി താങ്ക് യു സോ മച്ച്, നന്നായിട്ട് ഒരുക്കി തന്നിട്ടോ. ഞങ്ങൾ 3 ആളെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം. ഇതാണ് ഞങ്ങളുടെ ഓണം കോസ്റ്റ്യൂം. എന്തെങ്കിലും പറയാൻ വക്തൽ സദ ഷാർജ മുവൈല നിയർ ലുലു സഫാരി. അപ്പോൾ താങ്ക് യു. ഹലോ, വെൽക്കം ബാക്ക് ടു SRT വ്ളോഗ്സ്. ഇന്നത്തെ വ്ളോഗും നമ്മൾ കാറിൻ്റെ ഉള്ളിലാണ്. കഴിഞ്ഞ വ്ളോഗും നമ്മൾ കാറിൻ്റെ ഉള്ളിലായിരുന്നു. സീറ്റ് ബെൽറ്റ് എടുത്ത ആദ്യം അപ്പോൾ ഞങ്ങൾ ഈ പ്രവാസികളുടെ ഓണേ, ഞങ്ങൾക്ക് ഇനി സാന്റാക്ലോസ് പപ്പാനി വരുന്നവരെ ഞങ്ങളുടെ മാവേലി ഇവിടെ ഉണ്ടാവും. ക്രിസ്മസ് പപ്പാനി വന്ന് ഇവിടേക്ക് വന്നാലാണ് ഞങ്ങളുടെ ഇവിടുത്തെ മാവേലി പോവുള്ളൂ. അതായത് ഡിസംബർ വരെ ഞങ്ങൾക്ക് ഓണാഘോഷമാണ്. ഓണാഘോഷം ഡെയിലി ഓണാഘോഷങ്ങളല്ല കേട്ടോ. അതായത് ഇവിടെ അറിയാലോ, എല്ലാവരും കടുത്ത തിരക്കുകളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ വീക്കെൻഡിലാണ് ഇവിടുത്തെ ഓണം പരിപാടികളൊക്കെ നടക്കുക. അപ്പൊ ഇന്ന് അതുപോലെ ഒരു ഞായറാഴ്ച പരിപാടി, ഓണം പരിപാടി നടക്കുന്നത്, വലിയൊരു പരിപാടിയാണ് നടക്കുന്നത്. എവിടെയാണ്? അജ്മാൻ വിന്നേഴ്സ് സ്പോർട്സ് ക്ലബിലാണ് ഈ ഓണാഘോഷ പരിപാടി നടക്കുന്നത്. ഞങ്ങൾക്ക് VVIP ടിക്കറ്റ് ആണ് ഉള്ളത്. അവിടെ ഓൾറെഡി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സദ്യ ഉണ്ട്. അപ്പൊ സദ്യയൊക്കെ 3 മണി വരെയാണ് ഉള്ളത്. പക്ഷെ ഞങ്ങൾ നിങ്ങൾ കണ്ടില്ല, ആ പാർലറിൽ റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇപ്പൊ 3:58 4 മണിയായി. അപ്പൊ ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ സദ്യ കിട്ടുമെന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ 3 സദ്യ മാറ്റി വെച്ചേക്കുന്നത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. റിമി ടോമിയാണ് ഈ പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ്. പക്ഷേ അന്നത്തെ പരിപാടിക്ക് റിമി ടോമി പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എന്താകും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ചെന്നത്. അവിടെ ചെന്നപ്പോഴേക്കും നമ്മൾ ലേറ്റ് ആയല്ലോ. അതുകൊണ്ട് തന്നെ ഓണസദ്യ കഴിച്ച് പോകാനുള്ളവരൊക്കെ പോയിന്ന് തോന്നിട്ടോ. ഞങ്ങളും പിന്നെ കുറച്ച് കമ്മിറ്റിക്കാരും മാത്രമാണ് കഴിക്കാനുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറും സാമ്പാറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ വിളമ്പിയ ചെറിയ കറികളൊക്കെ ഞാനിങ്ങനെ ആർത്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇല ഏകദേശം കാലി ആവാറായി. അത്രയ്ക്ക് വിശന്നിരുന്നുണ്ടോയെന്ന് അറിയില്ല. കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഈ കൊല്ലം ഞാൻ അത്യാവശ്യം നല്ല സദ്യ കഴിച്ചിട്ടുണ്ട്. ഒത്തിരി സദ്യ കഴിച്ചിട്ടുണ്ട് ഈ കൊല്ലത്തെ ഓണത്തിന്. കഴിഞ്ഞ കൊല്ലത്തെ ഓണം എൻ്റെ നാട്ടിലായിരുന്നു. ഇത്തവണ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ സദ്യ കഴിച്ചു പോകുന്നുണ്ട് നന്നായിട്ട്. അതിൻ്റെ റിസൾട്ട് എൻ്റെ ശരീരത്തിൽ കാണാനുണ്ട്. വണ്ണം കുറച്ച് കൂടി വരുന്നുണ്ട്. സംഭവം വലിയ ഷുഗർ കട്ടൊക്കെ ആണെങ്കിൽ പായസം കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോകും. പ്രത്യേകിച്ച് ഈ ഓണസദ്യയുടെയൊക്കെ പായസം എന്ന് പറയുമ്പോൾ പപ്പടവും പഴവും കൂട്ടിക്കുഴച്ചൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബൈ ദ വേ ഇത്തവണ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടില്ല കേട്ടോ. കാരണം നാട്ടിൽ നിന്ന് വന്ന ഉടനെ തന്നെ നെയിൽ പോയിട്ട് ക്ലിയർ ചെയ്തായിരുന്നു. സോ റൈറ്റ് ഹാൻഡിൽ നെയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗ്ലൗസ് ഇല്ലാതെയാണ് ഞാൻ ഓണസദ്യ കഴിച്ചത്. അത് അവിടെ നിൽക്കുന്ന മിക്ക കമ്മിറ്റിക്കാരും എന്നെ കണ്ട വഴി അവർക്ക് ഗ്ലൗസാണ് ഓർമ്മ വന്നത്. കുറേ പേര് അത് പറഞ്ഞിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, ഗ്ലൗസ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഗ്ലൗസ് ഇല്ലാതെയാണ് ഇത്തവണത്തെ ഓണസദ്യ കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സദ്യ എയറിൽ പോയിട്ടില്ല. ആദ്യം ഒഴിച്ചു തന്നത് പരിപ്പ് പായസമാണ്. എൻ്റെ അത്ര വലിയ ഫേവറേറ്റ് ഒന്നുമല്ല. എനിക്ക് പാലടയാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ പാലട ഞാൻ വീണ്ടും ഗ്ലാസ്സിലാക്കി കുടിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് അവസാനം സദ്യ കഴിക്കാൻ വന്നതെന്ന്. അപ്പോൾ നോക്കുമ്പോൾ ആ സ്റ്റേജ് പെർഫോമൻസിനായിട്ട് എത്തിയിട്ടുള്ള അംബിക ചേച്ചി, മാളവിക, പിന്നെ ഒരു സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവരും സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അവസാന സദ്യ കഴിക്കുന്ന ടീംസൊക്കെയാണ് ഞങ്ങളെല്ലാവരും. എനിക്ക് ഈ ആർട്ടിസ്റ്റുകളുടെ പോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഞാൻ ഇവരെ കണ്ടപ്പോൾ പിന്നെ ക്യാമറ കൊടുത്തു വിട്ടു ഒരു പയ്യൻ്റെ കയ്യിൽ. അവർ പോയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നു. പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എണീറ്റു. അവിടെ ഇരുന്ന് എല്ലാവർക്കും എന്നോട് ചോദിക്കാനുള്ളത് ഒന്നും ഗ്ലൗസിൻ്റെ വിശേഷം, പിന്നെ ഒന്ന് വീട് പണി എന്തായി, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയാനുള്ള വിശേഷം. സോ അവരോടൊക്കെ സംസാരിച്ച് കൈയൊക്കെ കഴുകി പുറത്തിറങ്ങിയപ്പോഴേക്കും കുറച്ച് പേർക്ക് നമ്മുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോസിൻ്റെയൊക്കെ നിന്നിട്ടാണ് പിന്നെ പ്രോഗ്രാം ഹാളിലേക്ക് നമ്മൾ കയറിയത് കേട്ടോ.
സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഒരു പവർ വല്ലാത്തൊരു പവർ തന്നെയാണ് കേട്ടോ. കാരണം ഏതൊരു പ്രോഗ്രാമിന് പോയാലും നമുക്ക് വല്ലാത്തൊരു പരിഗണനയും അതുപോലെ തന്നെ ഇപ്പോൾ ടിക്കറ്റൊക്കെ ആണെങ്കിലും VIP അല്ലെങ്കിൽ VVIP ടിക്കറ്റൊക്കെ ആയിരിക്കും നമുക്കായിട്ട് മാറ്റി വയ്ക്കുക. സോ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളമല്ലാതെ പുറം രാജ്യത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് തരുന്ന അതേ സ്നേഹം പോലെ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഇത്രയും കാര്യമായിട്ടൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ തന്നെയാണ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതിൽ. കാരണം എനിക്ക് ഒരുപാട് പരിപാടികളിലൊക്കെ ചെന്നപ്പോഴൊക്കെ എനിക്ക് ഈ ഒരു വെൽക്കമിങ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മക്കളെ ഒരു രക്ഷയില്ല. ഈ ഒരു ഒറ്റ പെർഫോമൻസോട് കൂടി ലക്ഷ്മിയുടെ ഫാനാക്കി കളഞ്ഞു എന്നെ. കാരണം ഞാൻ ഇതിനു മുമ്പ് പല പരിപാടികളും പോയിട്ടുണ്ട്. അവിടെയൊക്കെ ലക്ഷ്മി പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ട്. എനിക്ക് നോർമൽ ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ഞാൻ കണ്ട് അങ്ങ് മടങ്ങുക, അത്രയേ ഉള്ളൂ. എനിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാൻ പാകത്തിന് ഞാൻ അങ്ങനെ ഇരുന്ന് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇത്തവണ പ്രോഗ്രാം ഞാനൊന്ന് ഇരുന്ന് കണ്ടു. കാരണം ഇത്രയധികം നേരം ഞാനൊരു പരിപാടി കാണാനിരിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ പുള്ളിക്കാരി വേറെ ലെവൽ എന്നുള്ളത് എനിക്ക് ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴായിട്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. ഒരുപാട് പേര് ആരാധകരുണ്ടാവും ഓൾറെഡി, പക്ഷേ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഓൾറെഡി ആൾ പറഞ്ഞിരുന്നു ത്രോട്ട് പെയിനൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു എന്ന്. പക്ഷേ ആ ഒരു അവസ്ഥയിലൊക്കെ പുള്ളിക്കാരി സെലക്ട് ചെയ്ത കുറച്ച് സോങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫ് നോട്ട്സ് ഉള്ള സോങ്സ് ആയിരുന്നു. ആൻഡ് അത് പാടി വേറെ ലെവലാക്കി കളഞ്ഞു. കാരണം ഒരു മെയിൽ സിംഗർ ഒരു ഫീമെയിൽ സിംഗറും രണ്ടും ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേസിങ് ടാലൻ്റാണ്. ഞാൻ ഇത്രയും പറയാൻ തന്നെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു ആർട്ടിസ്റ്റിനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിൽ പോയിട്ട് കാണണം, അല്ലെങ്കിൽ ഒന്ന് മുറുക്ക് കെട്ടിപ്പിടിക്കണം എന്നൊരാഗ്രഹമൊക്കെ തോന്നുക. ഞാനൊരു സ്റ്റേജ് പെർഫോമർ ആയിരുന്നു. അപ്പം എപ്പോഴും ഈ സ്റ്റേജിൻ്റെ പിന്നിലാണ് നമ്മളൊക്കെ ഇരുന്നിട്ടുള്ളത് ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഈ പരിപാടി ഇങ്ങനെ ഇത്രത്തോളം നേരം ഇരുന്ന് ആസ്വദിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം കുറേ നാൾ സ്റ്റേജ് പെർഫോമർ ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേജ് പരിപാടിയൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ടൈം ഇരുന്ന് കണ്ടത്. അത് ഒരൊറ്റ ഒരാളുടെ കഴിവുകൊണ്ടാണ്. ലക്ഷ്മിയുടെ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും മണിക്കൂർ ആ പരിപാടി ഇരുന്ന് കണ്ടത് കേട്ടോ. ഞാനിപ്പോ പിന്നെ ഈ പാട്ടിന്റെ തിരക്കിലായിട്ട് ഞാൻ നിങ്ങളെ ഭയങ്കര ആരാധികയാണ്. ഇൻസ്റ്റയിൽ മെസ്സേജ് കണ്ടിട്ട് പോലും എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം. ഞാൻ ഓൾറെഡി ഇതില് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ പറയാൻ പോകുന്നത്, ആദ്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ പെർഫോമൻസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ ആക്ച്വലി ഞാൻ എന്റെ വീടിന്റെ റിനോവേഷൻ മാത്രം ഇച്ചിരി കൂടെ ലൈറ്റിന്റെ മുഖം കിട്ടുന്നില്ല. ഇച്ചിരി എന്റെ വീടിന്റെ റിനോവേഷൻ നടക്കാണ്. അപ്പോഴാണ് ശ്രുതിന്റെ വീടിന്റെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എനിക്ക് 2-3 മനസ്സാണ്. ലൈക്ക് ഒരു വീടൊക്കെ ഒരാൾക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമാക്കാൻ പറ്റുന്ന ഭയങ്കര ഭാഗ്യമാണ്. ചെറിയ മോട്ടിവേഷൻ കിട്ടിയോ? ഉണ്ട്. മോട്ടിവേഷൻ തന്നെയാണ്. നമ്മൾ എല്ലാത്തിനും പോസിറ്റീവ് ആണല്ലോ. മറ്റൊരാൾക്ക് വീടിന്റെ പോയി ഇടിക്കില്ല, അങ്ങനെയല്ല ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. ഞാനാണെങ്കിൽ ഒരു വീഡിയോ പോലും എല്ലാവരും ഇട്ട് എന്നെ രക്ഷിക്കുന്നതല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ പോലും എടുത്തില്ല. ആക്ച്വലി ഇങ്ങനെ വീഡിയോ ഇടുന്നവർക്ക് താഴെ കമന്റ് ഇടുമ്പോഴും ആലോചിക്കണം, വെറുതെ കിടന്ന് ഉറങ്ങുന്നതിന് പകരം എത്രത്തോളം എഫേർട്ട് എടുത്ത് വീടിന്റെ കമന്റ് ബോക്സ് ഒന്നും കേറാൻ പറ്റില്ല, അത്രയും ബാഡ് കമന്റ്സ് ആണ്. പക്ഷെ ബാഡ് കമന്റ്സ് ആണ് നല്ലത്. വളരെ ബാഡ് കമന്റ് ഇടുന്നവരില്ലാണ്ടെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും? ആരും ഇവിടെ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു എങ്ങനെ എടുക്കും വിചാരിച്ചു. കാരണം ഞാൻ ഈ വീടിന്റെ കണ്ടപ്പോ എന്നെ കൊണ്ടു എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് ഞാനൊരു വീട് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു.
വയലിന്റെ ഞാൻ ആലോചിച്ചു. അപ്പൊ ഇതൊക്കെ നമ്മൾ വിചാരിച്ചു ഡ്രീം ചെയ്യണം. അതെ തീർച്ചയായും. കാരണം പിന്നെ ആക്ച്വലി എനിക്ക് ശ്രുതിനെ ഞാൻ ഇതിന് മുമ്പ് ഷോയ്ക്കൊക്കെ ഓഡിയൻസിൽ ഇരുന്ന് കണ്ടെങ്കിൽ നമ്മൾ ഇത്രയും അത് ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് വന്നിരുന്ന് കുറച്ചൊരു നടന്നു പോകുന്നു അങ്ങനെയാ. പക്ഷെ ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആളുടെ പെർഫോമൻസ് വായിച്ചത് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനോട് പറഞ്ഞു എനിക്കൊന്ന് ഹഗ്. ഞാൻ ആദ്യം ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ഈ പാസിബിലൊക്കെ എനിക്ക് ഭയങ്കര ക്രഷാണ്. പാസിബിലിനൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയും സ്റ്റേജിൽ കയറി ഉമ്മ വയ്ക്കണം അങ്ങനെയൊക്കെ. പക്ഷെ ഒരു ലേഡി പെർഫോമറിനെ ഇപ്പൊ ഞാൻ ഡാൻസറാണ്, പക്ഷെ സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാളോട് അതിന് വേണ്ടിട്ട് റിക്വസ്റ്റ്. പക്ഷെ റിക്വസ്റ്റ് ചെയ്യുന്ന കാരണം ആ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും കൂടെ ഒരു രക്ഷയില്ല. നമ്മൾ പ്രശംസിക്കുന്നത് നല്ലതാണ്. റിവി ടോമി ഇല്ലാത്തതുകൊണ്ട് പരിപാടി കുറച്ച് ഞാൻ വിളിക്കുന്നത് റിവി ടോമി ആ ഒരു കാര്യം ത്രോട്ട് ഇഷ്യൂസ് ഇപ്പൊ എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ആയതുകൊണ്ട് എല്ലാ സിംഗേഴ്സിനും എനിക്കുണ്ട്. ഞാൻ ലൈവ് സ്ട്രീമിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഡോക്ടർ പറഞ്ഞത് സിംഗേഴ്സിനും ടീച്ചേഴ്സിനൊക്കെ വരുന്ന സെയിം സ്വെല്ലിങ്. അപ്പൊ എനിക്ക് കാറ്റും എനിക്ക് പാടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാറ്റ് മാത്രം വരാം. അപ്പൊ എനിക്ക് മനസ്സിലാവും ആ പ്രശ്നം. ഞാൻ 2-3 ദിവസം ആയോണ്ട് എനിക്ക് സൗണ്ട് വന്നിട്ട്. പക്ഷെ എനിവേസ് എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഇവരുടെ മറ്റേ ഈ റൊമാൻറ്റിക് സോങ്സിന്റെ എക്സ്പ്രഷൻസ് ഷാവുഖാനെ കേക്കണ്ട, യൂട്യൂബ് വ്ലോഗാണ്. ഞാൻ ആക്ച്വലി ശ്രുതിയുടെ വ്ലോഗ് ഇതുവരെ കണ്ടില്ല. ഞാൻ ഞങ്ങള് ഷാവുഖാന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലാണ് വലിയ വലിയ ആൾക്കാരാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജിന് എത്രയോ കാലം ഇതുവരെ എനിക്ക് റിപ്ലൈ വന്നിട്ട് എന്നെ എടുത്തിട്ടില്ല. നല്ല കോമ്പിനേഷൻ ആട്ടോ. മറ്റേ എന്നാ കല്യാണത്തിന്റെ അത് അവന്റെ എൻഗേജ്മെന്റ് ഒക്കെ പറഞ്ഞപ്പോഴേ നമ്മള് ഈ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്തു. പക്ഷെ അത് കല്യാണം വീട്ടിൽ എത്രത്തോളം വർക്കൗട്ട് നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ ഫാമിലി കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ പറഞ്ഞു ഞാൻ എന്തായാലും കണ്ടന്റ് ചെയ്യും. ഒളിച്ചിരുന്നൊരു ക്യാമറ ഷൂട്ട് ചെയ്താണ് ചെയ്യും. പക്ഷെ അവിടെ ചെന്നപ്പോഴേ ഇവരുടെ ഫാമിലിക്ക് അറിയാതെ എന്തോ ഒരു പണി എന്തായാലും പക്ഷെ ഞാൻ എവിടുന്ന് ഇനി എടുക്കട്ടെ. അത് കർണാടക വരെ എത്തി, കന്നഡക്കാര് വരെ കൊണ്ടുപോയത്. എല്ലാരും പറയുന്നത് റിയൽ ആയിട്ടാണ്. ഞാൻ അതാ അതിലാണ് ഷൂട്ട് ചെയ്തത്. ആ സമയത്ത് താടി ഇടുന്ന സമയത്ത് ഓടി ഭയങ്കര ചെയ്തേ. കാരണം അത് വീട്ടിലേക്ക് ഇല്ലല്ലോ കെട്ടുന്നത്. ഇല്ല ഇല്ല, ഫാമിലിയുടെ സപ്പോർട്ട് ഓൾറെഡി നമ്മൾ അറിയാവുന്നത് കൊണ്ട് അങ്ങനത്തെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളി ഇത്ര നേരം സംസാരിച്ചിട്ട് താങ്ക്സ്. ഇതിനകത്തേക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഒരു ഹായ് പറഞ്ഞ കൗശിക്ക് ഹായ് പറയാൻ പറയാം. അല്ല ഞാൻ എന്ത് പറഞ്ഞാലും വിവാദമാവും. ഞാൻ ഇവന്റെ പെർഫോമൻസ് കണ്ടപ്പോ ഇവനോട് പറയരുത് ഈ പ്രായത്തിൽ അവൻ ഇത്രയും നന്നായിട്ട് പറഞ്ഞു. എന്തുമാത്രം ഗേൾ ഫ്രണ്ട്സ് നിനക്ക് എന്റെ ബ്ലോഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ ഫ്രണ്ട് ആണ് വെരി ഗുഡ് സിംഗർ. പാട്ട് ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷെ ഡാൻസിലാണ്. പക്ഷെ എപ്പോഴും സങ്കടം പറയുന്ന പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഏത് സിറ്റുവേഷനിലും പാടാലോ. ഡാൻസ് നമുക്ക് ചില സിറ്റുവേഷൻ നമുക്ക് എല്ലായിടത്തും പോയിട്ട് ഡാൻസ് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പാട്ട് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലും ഏത് ഓഡിയൻസിനിടയിലും. അങ്ങനെ ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരാളെ ആരാധിച്ച് അങ്ങോട്ട് പോവുക, പക്ഷേ അവരുടെ വായിന്ന് അവർ നമ്മളെ ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാനാണെന്ന് ഇങ്ങോട്ട് പറയുക, അതൊക്കെ ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നു. അങ്ങനെ നമ്മൾ ലക്ഷ്മിയോടൊക്കെ ബൈ പറഞ്ഞിറങ്ങി പുറത്ത് നോക്കുമ്പോൾ കുറേ ചായക്കടകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. കുറേ ചായകളും പലഹാരങ്ങളും ജ്യൂസുകളൊക്കെ. നമ്മുടെ സ്വന്തം UAEയുടെ പ്രിയപ്പെട്ട നമ്മുടെ അഷ്റഫ് താമരശ്ശേരി ഉണ്ടായിരുന്നു. അഷ്റഫ്ക്കയുടെ കൂടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ചായ കുടിച്ചു, സ്നാക്സ് ഒക്കെ കഴിച്ചു. ഒത്തിരി ലേറ്റ് ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഹലോ, അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനെ എല്ലാവരും ഡ്രോപ്പ് ചെയ്തു കേട്ടോ. കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, വണ്ടിയിലാണ്, ഡ്രൈവിംഗ് ആണ്. ഫ്രണ്ട്സിനെല്ലാവരെയും അവരവരുടെ വീടുകളിൽ ഡ്രോപ്പ് ചെയ്തു, സേഫായിട്ട് എത്തിച്ചു. ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് സേഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാ ദിവസവും രാത്രി 9:30 ആകുമ്പോൾ മാക്സിമം വീട്ടിലെത്തണം എന്ന് ആഗ്രഹിക്കും ബിഗ് ബോസ് കാണാനായിട്ട്. പക്ഷേ നടക്കാറില്ല. വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് മിസ്സായി. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് വീണ്ടും 12 മണിക്ക് ഇരുന്ന് കണ്ട് ഫുള്ളാക്കണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങൾ വ്ലോഗിൽ കണ്ടില്ലേ, ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ആ വ്ലോഗിലുള്ള ഹാപ്പിനെസ് ഒക്കെ ഉണ്ടായ ദിവസം ആയതുകൊണ്ട് ഐ ആം ടുഡേ വെരി ഹാപ്പി. അപ്പോൾ വ്ലോഗ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ. ഇനിയിപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ലൈവിലൊക്കെ കയറാനുണ്ട്, ഗെയിംസ് കളിക്കാനുണ്ട്. സോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ എല്ലാ ചാനലിലും ഞാൻ ടൈലന്റ് പോലെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചുമ്മാ കേട്ടിരിക്കാനല്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുവാണ്, റിക്വസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓരോ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് എനിക്കറിയാം എൻ്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് എനിക്കുണ്ട്, ലേഡീസ് ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഒക്കെ. സോ നിങ്ങളുടെ കമന്റ്, ഒരു വീഡിയോ കണ്ടിട്ട് അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടൂ. എന്നാലല്ലേ എനിക്ക് അറിയുള്ളൂ എൻ്റെ വ്ലോഗ് ഇനി ഇമ്പ്രൂവ് ആക്കണോ, ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യണോ എന്നുള്ളതൊക്കെ. ആൻഡ് ഭയങ്കര സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ വീഡിയോ കൂടുതലും വാച്ച് ചെയ്യുന്നത് സ്ത്രീകളാണ്. ഇൻസ്റ്റഗ്രാമിൽ ടിക്ടോക്കിലൊക്കെ കൂടുതലും മെയിൽസ് ആണ് എൻ്റെ കൂടുതലും വ്യൂ ചെയ്യാറ്. പക്ഷെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലേഡീസ് ആണ് എൻ്റെ വീഡിയോസ് വ്ലോഗൊക്കെ വാച്ച് ചെയ്യുന്നത്. അത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഇടുക. നിങ്ങൾക്ക് അതിനുള്ള പൂർണ്ണമായ ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. ഓക്കെ, ബെല്ലൈക്കണിൽ നിങ്ങൾ ഞെക്കുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഇല്ലേ, അതിൽ ഞെക്കുമ്പോൾ ഓൾ എന്നുള്ളൊരു ഇതിൽ ഓൾ എനേബിൾ ആക്കുക. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. സൈനിങ് ഓഫ്, ശ്രുതി തമ്പി. അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്, ടേക്ക് കെയർ.